ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. ഇന്ത്യൻ സിനിമകളുടേതടക്കം 6 സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളാണ് ഈ വീഡിയോയുടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ആദ്യമേ തെലുഗു സിനിമ മിറയിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ ഒഫീഷ്യൽ കളക്ഷൻ കണക്കുകൾ പ്രകാരം 140 കോടിയാണ് 12 ദിവസത്തെ ഗ്രോസ് കളക്ഷൻ എങ്കിൽ ട്രാക്കേഴ്സ് കണക്കിൽ 126 കോടിയാണ് സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ്. 40 കോടിയിൽ താഴെ രൂപയ്ക്കായിരുന്നു സിനിമയുടെ വേൾഡ് വൈഡ് തിയേറ്റർ റൈറ്റ്സ് വിറ്റഴിച്ചത്. അപ്പോൾ സിനിമ തിയേറ്റർ റൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ വലിയ വിജയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. 50 ലക്ഷത്തിൽ താഴെയാണ് സിനിമയുടെ കേരള കളക്ഷൻ. ഇനി മദ്രാസി സിനിമയിലേക്ക് വരികയാണെങ്കിൽ സിനിമ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ 100 കോടി കടന്നോ ഇല്ലയോ എന്നാണല്ലോ ഒരുപാട് പേർക്ക് അറിയേണ്ടത്. ശിവകാർത്തികേയൻ സിനിമ തിയേറ്ററുകളിൽ നേരത്തെ തന്നെ വൻ പരാജയം ഉറപ്പാക്കിയ സിനിമയാണല്ലോ. AR മുരുകാദോസിന്റെ മിക്സഡ് അഭിപ്രായങ്ങൾ ലഭ്യമായ ശിവകാർത്തികേയൻ സിനിമയുടെ ഒഫീഷ്യൽ കണക്കുകൾ പ്രകാരം 100 കോടി കളക്ഷൻ പോസ്റ്റർ വന്നിട്ട് ഒരുപാട് ദിവസങ്ങളായെങ്കിലും ട്രാക്കേഴ്സ് കളക്ഷനിൽ നിലവിൽ സിനിമ 100 കോടി കടന്നിട്ടില്ല. 98 കോടിയാണ് സിനിമയുടെ കളക്ഷൻ. അത് തന്നെയായിരിക്കും ഏറെക്കുറെ ഫൈനൽ എന്നാണ് നിലവിൽ പുറത്തു വരുന്ന വിവരം. ഇനി കോൺഷറിങ്ങിന്റെ ഏറ്റവും പുതിയ ഭാഗത്തിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ 3500 കോടിയിലേറെ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പിന്നിട്ടിരിക്കുന്നു. 2 കോടി 85 ലക്ഷത്തിന് മുകളിൽ കേരള ഗ്രോസ് നേടിയെടുത്ത സിനിമയ്ക്ക് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 100 കോടി ഗ്രോസ് കളക്ഷനാണ് വന്നിരിക്കുന്നത്. മികച്ച കളക്ഷൻ തന്നെ സിനിമ തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ അക്ഷയ് കുമാറിന്റെ നല്ല അഭിപ്രായങ്ങൾ ലഭ്യമായ ജോളി LLB 3 എന്ന സിനിമ ഒരാഴ്ച തിയേറ്ററുകളിൽ പിന്നിടാനായിട്ടൊരുങ്ങുകയാണ്. 100 കോടി വേൾഡ് വൈഡ് ഗ്രോസ് സിനിമ പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 17 ലക്ഷത്തിൽ പരമാണ് സിനിമയുടെ കേരള കളക്ഷൻ. ഇനി കഴിഞ്ഞ ആഴ്ച റിലീസായ ആസിഫ് അലിയുടെ ജിത്തു ജോസഫ് സിനിമ മിറാഷിന്റെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ തിയേറ്ററുകളിലെ മിക്സഡ് സ്വഭാവമുള്ള അഭിപ്രായങ്ങൾ ലഭ്യമായ സിനിമയ്ക്ക് ആദ്യ 5 ദിവസങ്ങൾ കൊണ്ട് 4 കോടി 5 ലക്ഷം കേരള കളക്ഷൻ നേടിയെടുക്കാനായിട്ട് കഴിഞ്ഞിരിക്കുന്നു. സിനിമയുടെ ഇന്നത്തെ കേരള ട്രാക്കിംഗ് ഗ്രോസ് 19 ലക്ഷത്തിന് മുകളിലാണ്. ഇന്ന് 35 ലക്ഷത്തിൽ പരം കേരള ഗ്രോസ് പ്രതീക്ഷിക്കുന്ന സിനിമ 4 കോടി 50 ലക്ഷം കേരള ഗ്രോസിലേക്ക് അടുക്കുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ ഇനിയും പുറത്തുവരാത്ത സിനിമ ആസിഫിന്റെ കഴിഞ്ഞ 2 സിനിമകളുടെ കളക്ഷൻ വെച്ച് നോക്കുമ്പോൾ ഭേദപ്പെട്ട കളക്ഷൻ നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഇനി നമ്മുടെ ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന സൂപ്പർ ഹിറ്റ് സിനിമയുടെ കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ സിനിമയ്ക്ക് ഇന്ന് 8 ലക്ഷത്തിൽ പരം കേരള ട്രാക്കിംഗ് ഗ്രോസ് വന്നിരിക്കുന്നു. ഇന്നും 15 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് ഉറപ്പാക്കിയ സിനിമയ്ക്ക് ഇന്നലെ വരെ 41 കോടി 68 ലക്ഷം രൂപയാണ് കേരള കളക്ഷൻ എങ്കിൽ ഇന്നത്തോടെ 41 കോടി 80 ലക്ഷത്തിലേറെ കേരള ഗ്രോസ് പിന്നിടുന്നതാണ്. സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 26 ദിവസങ്ങൾ കൊണ്ട് 75 കോടിയിലേക്ക് എത്തപ്പെട്ടിരുന്നു. ഇന്ന് സിനിമയുടെ 28ാം ദിവസമാണ് തിയേറ്ററുകളിൽ 76 കോടി ലക്ഷ്യമിട്ട് സിനിമ തിയേറ്ററുകളിൽ മുന്നേറുന്നു.